അപ്പോൾ രാവിലെ തന്നെ സാമ്പാർ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളിയും പരിപ്പും തക്കാളിയും കൂടെ ആദ്യം ഒന്ന് വേവിച്ചിട്ട് പിന്നെ കഷ്ണങ്ങളും അരപ്പും ഒക്കെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ച് നമ്മളിതാ കടുക് വറുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഒരു ഇത്തിരി പുളിയും കൂടെ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാർ പെട്ടെന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ അതങ്ങനെ ദോശ, കുട്ടി ദോശ, ഉള്ളു സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള കുട്ടി കുട്ടി ദോശയായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം ഇവിടുത്തെ മാധവിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ദോശ. ദോശയാകുമ്പോഴത്തേനും അവൻ എത്ര എണ്ണം വേണമെങ്കിലും വയറ് നിറയുന്നവരെ കഴിക്കും, എന്നൊരു പ്രശ്നവുമില്ല. വേറെ എന്ത് ഫുഡ് കൊടുത്തെന്ന് പറഞ്ഞാലും ഇത്തിരി പാടാണ് ചെല്ലാൻ. അപ്പോൾ ദോശപ്രിയരായിട്ടുള്ള പിള്ളേരാണ് എൻ്റെ പിള്ളേർ രണ്ടും. അപ്പോൾ അതിന് ദോശ അതാ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം രാവിലെ നല്ല ചൂട് ദോശയും നല്ല ചൂട് സാമ്പാറും ആയിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മീനൊക്കെ ഒന്ന് വെട്ടിയെടുത്തു. കൊഴിയാളയായിരുന്നു കിട്ടിയത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെട്ടിയെടുത്തിട്ട് കടു പൊട്ടിച്ച് ഉലുവ ഇട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 3 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എളുപ്പം ചെയ്തെടുക്കാവുന്ന ഒരു ഭയങ്കര റെസിപ്പി കേട്ടോ. എന്നിട്ട് കുടമ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേനും ഒരു പിടി കൊച്ചുള്ളി ചതച്ചതും ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളി വീഡിയോ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കൊച്ചുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തായിരുന്നു ആദ്യം. അപ്പോൾ കൊച്ചുള്ളി പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളതിൽ പിന്നെ ഉപ്പും പുളിയും എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ, അരപ്പൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്ന ശേഷമാണ് നമ്മളതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഒരുപാട് വെള്ളം വേണ്ട, അത്യാവശ്യം മീൻ വേവാനുള്ള വെള്ളം മാത്രം വെച്ചാൽ നല്ല കുറുകിയ ചാറോടുകൂടിയുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതാ മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വറ്റിച്ച് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ഇപ്പം തന്നെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും മീനിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് വേവുമല്ലോ. അപ്പം അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു കറി ഒരു സാമ്പാറോ അല്ലെങ്കിൽ മോരോ, മോരിൻ്റെ കൂടെ ആയിരിക്കും കൂടുതൽ നല്ല കോമ്പിനേഷൻ കേട്ടോ. നല്ല പുളിയും നല്ല എരിയും ഒക്കെയുള്ള നല്ലൊരു സൂപ്പർ കറിയാണ് കേട്ടോ. ചീനിയുടെ കൂടെ പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയായിരിക്കും. അപ്പോൾ അത് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഇത്തിരി ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് പതുക്കി വെക്കുകയാണ്. എന്നിട്ട് ഒരു തക്കാളി അരിഞ്ഞത്, നീളത്തിലരിഞ്ഞത്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് അതും കൂടെ ഒന്ന് പൊത്തി വെച്ച ശേഷം പിന്നെ നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. നല്ല വറ്റിച്ചെടുക്കണം. ഒരുപാട് തീയിടണ്ട, ചെറിയ തീയിലൊന്ന് വറ്റിച്ചെടുത്താൽ മതി. നല്ല കുറുകി അതാ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ മീൻ ഇത് ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടിയാൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ മീൻ വറക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് വറുത്തെടുത്തു. നമുക്കിന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, രാവിലത്തെ സാമ്പാറും ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത് അമ്മ അവിടെ നിൽപ്പുണ്ടായിരുന്നു. മീൻകറിയോ? ആയിട്ടുണ്ട്. സാമ്പാറുണ്ട്, മീൻ വറുത്തതുണ്ട്, മീൻകറി ഉണ്ട്. അടിപൊളി. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. മീനും തൃപ്തിയാട്ടോ. അപ്പോൾ